നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലബിലിരിക്കുമ്പോൾ ഒരാൾ അത്യാവശ്യം ഒരു 10-100 കിലോ ഒക്കെ ഭാരം ഉണ്ടാവും. വയറൊക്കെ അത്യാവശ്യമുണ്ട്. നല്ല തീറ്റയാണ്. എക്സസൈസ് ഒന്നും തന്നെ ഇല്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് നടത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ പന്തികേട് തോന്നി. അങ്ങനെ പോയിട്ട് ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കുറേ റിസൾട്ടുകളെല്ലാം എന്തോക്കെ ടെസ്റ്റ് ചെയ്തു. ആ റിസൾട്ടുകളെല്ലാം കുറേ കിട്ടി. ഇപ്പം പാക്കേജ് പോലെ ഉണ്ടല്ലോ, കുറേ റിസൾട്ടുകൾ കിട്ടി. ഷുഗർ ഒരല്പം കൂടുതലുണ്ട്, ബാക്കി എല്ലാം നോർമലാണ്. അവർ ഇത്ര രൂപ എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ടിപ്പും കൂടെ കൊടുത്തിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പിയാണ്. എനിക്കപ്പോൾ ശരിക്ക് എന്താ പറയുക, നമ്മുടെ ജനങ്ങൾക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻസ് എന്തിനുള്ളതാണെന്നോ ഇത് എന്താണെന്നൊന്നും ഒട്ടും അറിയില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ആ ധാരണയാണ് മാറേണ്ടത്. എന്താണ് ഈ ഇൻവെസ്റ്റിഗേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാളുടെ പ്രഷർ കൂടുന്നതോ ഷുഗർ കൂടുന്നതോ കൊളസ്ട്രോൾ കൂടുന്നത് എപ്പോഴാണ്? ഈ പ്രഷർ കൂടിയില്ല, കൊളസ്ട്രോൾ കൂടിയില്ല, ഷുഗർ കൂടിയില്ല എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അത് കൂടുന്നപ്പോൾ, ഇപ്പോൾ ഷുഗർ കൂടുന്നപ്പോൾ, ബ്ലഡ് ഷുഗർ കൂടുന്നത്, ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുന്നത് എപ്പോഴാണ്? അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോഴാണ്. പാൻക്രിയാസ് മടിപിടിച്ചുറങ്ങിപ്പോകുമ്പോഴോ, പാൻക്രിയാസ് കേടാകുമ്പോഴോ, ഇല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും രക്തോട്ടം കുറയുന്നതനുസരിച്ച് പാൻക്രിയാസിലേക്ക് രക്തോട്ടം കുറയുമ്പോൾ പാൻക്രിയാസിന് ഒരു അകാല വാർദ്ധക്യം ബാധിക്കും. അതായത് 20 വയസ്സിൽ നമ്മൾ ഓടുന്നത് പോലെ നമുക്ക് 70 വയസ്സ് ഓടാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ശരീരത്തിൽ രക്തോട്ടം കുറയുമ്പോൾ നമ്മുടെ ശരീരം വീക്കാവും. എക്സസൈസ് ഒന്നും ഇല്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും രക്തോട്ടം കുറയും. സോ 30, 25, 30, 40 വയസ്സാകുമ്പോൾ പാൻക്രിയാസിൻ്റെ പ്രായം 50, 60, 70 വയസ്സിലെ പോലെ ആകും. അപ്പോഴും ബ്ലഡ് ഷുഗർ കൂടി തുടങ്ങാം. അപ്പം ചെറുതായിട്ട് ഇത് കൂടുമ്പോൾ നമ്മൾ ഇതിനെ പ്രീ ഡയബറ്റിസ് എന്ന് പറയും. ഇപ്പം പ്രഷർ കുറച്ച് കൂടുന്നു. എന്താ പ്രഷർ കൂടാനുള്ള കാരണം എന്താ? നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും വായു, വെള്ളം, ഭക്ഷണം ഒഴുകിയെത്തണം. അത് ഒഴുകിയെത്തുന്നത് ബ്ലഡിലൂടെയാണ്. ഹൃദയമാണ് ബ്ലഡ് തള്ളിവിടുന്നത്. സോ രക്തക്കൊണ്ട ഭിത്തിയിൽ കൊഴുപ്പൊന്നും അടിഞ്ഞിട്ടില്ല, ബ്ലോക്കൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നോർമലായിട്ട് ഹൃദയം സ്മൂത്തായിട്ട് പമ്പ് ചെയ്താൽ മതി, ബ്ലഡ് ഒഴുകിയെല്ലാം അടുത്തെത്തും. ഇത് കുഞ്ഞു കുട്ടികൾക്ക് ഇന്ന് ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ രക്തക്കൊഴയാണ്. അതുപോലെ കൊളസ്ട്രോൾ കൂടുന്നു. എപ്പോഴാണ് കൊളസ്ട്രോൾ കൂടുന്നത്? കുഞ്ഞു കുട്ടികളുടെ കൊളസ്ട്രോൾ നോർമലല്ലേ. നിങ്ങൾ 10, 15 വയസ്സിൽ 1, 2, 3 ബിരിയാണി കഴിച്ചാൽ നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടുമായിരുന്നോ? പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഇത് മനസ്സിലാക്കാത്തതാണ് ഈ സമൂഹത്തിൻ്റെ പ്രശ്നം. റൈറ്റ്? ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ അരി, കിഴങ്ങ്, ഗോതമ്പ്, റവ, മൈദ ഇങ്ങനത്തെ ഭക്ഷണങ്ങളെല്ലാം തന്നെ ഗ്ലൂക്കോസായി മാറിയിട്ടാണ് നമ്മുടെ കുടലിൽ നിന്ന് ബ്ലഡിലേക്ക് കിടക്കുന്നത്. പക്ഷെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അരിയും കിഴങ്ങും കുറക്കുക, ഗോതമ്പും റവയും ഇതൊക്കെ ഇഷ്ടംപോലെ കഴിക്കാമെന്നാണ്. അതാണ് പലരും അരിയും കിഴങ്ങും കുറക്കുക എന്നിട്ട് 15 ചപ്പാത്തിനും പോയത്. കൊളസ്ട്രോൾ കൂടുമ്പോൾ റെഡ് മീറ്റ് കുറക്കണം എന്ന് ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഉടനെ ഒരു ചിക്കൻ അങ്ങനെ തന്നെ വീഴുന്നു. ഈ തെറ്റിദ്ധാരണ കളഞ്ഞിട്ടൊന്ന് ചിന്തിക്കണം. നമ്മൾ ഈ കഴിക്കുന്ന അരി, കിഴങ്ങ്, ഗോതമ്പ്, റവ, മൈദ ഇതെല്ലാം ദഹിച്ചതിന് ശേഷം കുടലിൽ നിന്നും ഗ്ലൂക്കോസായി മാറിയിട്ട് ബ്ലഡിൽ കയറും. ഈ ഗ്ലൂക്കോസാണ് രക്തത്തിൽ ഒഴുകിപ്പോയിട്ട് എല്ലാ കോശങ്ങളിലും എത്തിയിട്ട് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ മസിൽസിൻ്റെ എനർജിയുടെ 95% എനർജിക്ക് ഉപയോഗിക്കുന്നത് മസിൽസിൻ്റെ അകത്താണ്. 75% നേരിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്തിട്ട് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കും. 20% ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം അതാത് മസിൽസിലേക്ക് കൊടുക്കും. 95% ഗ്ലൂക്കോസ് എനർജിക്ക് എടുക്കുന്നത് മസിൽസിൻ്റെ. ഈ ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ എനർജി വേണമെന്നിരിക്കെ ഗ്ലൂക്കോസ് ഇല്ലാന്ന് വരുന്ന അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴാണ് കൊഴുപ്പ് എനർജിക്ക് എടുക്കുക. ഈ കൊഴുപ്പാണ് ട്രൈഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ TGL. സോ TGL കൂടിയാൽ അറ്റാക്ക് വരുന്ന കേട്ടിട്ടുണ്ട്. ഇത് കൂടിയ ടെൻഷനിലാക്കും. അപ്പോഴേക്കും TGL കൂടുതലാണ്, ടോട്ടൽ കൊളസ്ട്രോൾ കൂടുതലാണ്. TGL കൂടുമ്പോൾ എന്താ പറ്റുന്നത്? TGL കൂടുമ്പോൾ ഈ TGL മസിൽസിലേക്കെല്ലാം സപ്ലൈ ചെയ്യുന്നത് LDL കൊളസ്ട്രോൾ ആണ്. ഈ LDL കൊളസ്ട്രോളിൻ്റെ അടുത്ത് TGL ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. സോ കൊളസ്ട്രോൾ കൊണ്ട് ഈ സെക്സ് ഹോർമോൺ, സ്റ്റിറോയിഡ് ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാത് ടാർഗറ്റ് ഓർഗൻസിൽ കൊണ്ടു കൊടുക്കും. മസിൽസിലെ ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്ത് പോകുന്നതിനനുസരിച്ച് പിന്നെ TGL കൊഴുപ്പ് എനർജിക്ക് എടുക്കുമ്പോൾ ബ്ലഡിൽ നിന്നും മസിൽസിലേക്ക് TGL കൊടുക്കണം. അത് കൊടുക്കുന്ന ആൾ LDL ആണ്. അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസ് പോലും എനർജി ആക്കാനുള്ള അധ്വാനം വ്യായാമമില്ലാത്ത ഒരാൾക്ക് എന്താ പറ്റുക? TGL എനർജിക്ക് എടുക്കില്ല. ബ്ലഡിലെ TGL കൂടും. ബ്ലഡിലെ TGL കൂടിയാൽ LDL will be oxidized. LDL will be oxidized. It will be smaller in size.
റൈറ്റ്. അതിന്റെ ഡെൻസിറ്റി കൂടും, അതൊരു വെടിയുണ്ട പോലെയാകും, വിത്ത് മോർ പെനിട്രേറ്റിംഗ് പവർ, തുളച്ചു കയറാനുള്ള ശേഷി കൂടുതലായിരിക്കും. സോ അതെന്ത് പറ്റും, അത് രക്തക്കൊള്ളിന്റെ ഭിത്തിയിലേക്ക് അടിഞ്ഞു കയറിയിട്ട് ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. കാലക്രമേണ ആ ബ്ലോക്കുകൾ വലുതായിക്കൊണ്ടിരിക്കും. ഇത് ലിവറിൽ അടിഞ്ഞു കൂടുമ്പോൾ നമ്മൾ അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. ശരീരത്തെ കൊഴുപ്പ് കോശങ്ങൾ അടിഞ്ഞു കൂടുമ്പോൾ നമ്മളിതിനെ ഒബസിറ്റി എന്ന് വിളിക്കുന്നത്, പൊണ്ണത്തൽ. ഇത് മൂന്നും LDL കൊളസ്ട്രോൾ തന്നെയാണ്. ഇവിടെ ഇനി ചിന്തിക്കേണ്ടത്, 5 വയസ്സ് 6 വയസ്സ് പ്രായമാകുമ്പോൾ രക്തക്കൊള്ളിന്റെ ഭിത്തിയിൽ കൊഴുപ്പടിഞ്ഞു തുടങ്ങുമെന്ന് 19 കൊല്ലം മുമ്പുള്ള സ്റ്റഡീസ് പറയുന്നത്. റൈറ്റ്. 5 വയസ്സ് 6 വയസ്സ് പ്രായത്തിൽ രക്തക്കൊള്ളിന്റെ ഭിത്തിയിൽ കൊഴുപ്പടിഞ്ഞു തുടങ്ങും. അത് ചെറുതായിട്ട് അടിഞ്ഞിട്ട് 5% ബ്ലോക്ക്, 10% ബ്ലോക്ക്, 15% ബ്ലോക്ക്, അങ്ങനെ ഗ്രാജുവലി വലുതായി വരുന്നു. രക്തക്കൊള്ളിന്റെ ഭിത്തി കംപ്ലീറ്റ്, ഒരു ബ്ലോക്കല്ല, അത് കംപ്ലീറ്റ് രക്തക്കൊള്ളിന്റെ ഭിത്തിയിൽ അവിടെ ഇവിടെ അടിഞ്ഞു കൂടി ഒരു മുരിങ്ങാക്കോലിന്റെ അവസ്ഥയിൽ ഇങ്ങനെ മുഴകൾ നിറയുന്നു. അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പ് എനർജി ആക്കുന്ന പഴയ കാരണന്മാർക്കോ ട്രൈബ്സിനോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന ഈ അതിഥി തൊഴിലാളികൾ, ഇവരെല്ലാം 6 പാക്കുകളാണ്, സ്ലിം ബ്യൂട്ടികളാണ്. സോ അവർക്ക് ഇങ്ങനെ കൊഴുപ്പ് അടിയുന്നുണ്ടാവില്ല അധികം. അപ്പോൾ നല്ല തടിയുള്ള ശരീരത്തിൽ നല്ലോണം കൊഴുപ്പ് ഒബസിറ്റി ഉള്ള ഒരാൾക്ക് ഈ കൊഴുപ്പ് കോശങ്ങൾ കൊഴുപ്പടിയാൻ തുടങ്ങുന്നത് 10, 20, 25, 30 വയസ്സാകുമ്പോഴേക്കും പലർക്കും. അതേസമയം ലിവറിൽ കൊഴുപ്പടിയുന്ന അതും കഴിഞ്ഞിട്ടായിരിക്കും പലർക്കും ഫാറ്റി ലിവർ വരുന്നത്. പക്ഷെ രക്തക്കൊള്ളിന്റെ ഭിത്തിയിൽ കൊഴുപ്പടിയുന്ന അതിനേക്കാൾ എത്രയോ മുമ്പ് തുടങ്ങും, 5, 6 വയസ്സിൽ തുടങ്ങും. ഇത് പലരുടെയും മനസ്സിലില്ല. ഈ അടിഞ്ഞെടുക്കുന്ന കൊഴുപ്പൊന്നും ഒരു വാല്യൂലും കാണിക്കില്ല. പോയി ബ്ലഡ് ഷുഗർ നോക്കി, ബ്ലഡ് ഷുഗർ ഓക്കെ കുഴപ്പമില്ല, ബോർഡർ ലൈൻ. പ്രായം കൂടുന്തോറും കൊളസ്ട്രോളും കൂടിക്കൂടി വരണം, ഷുഗറും കൂടിക്കൂടി വരണം, പ്രഷറും കൂടിക്കൂടി വരണം. എന്നാലേ എല്ലാ കോശങ്ങൾക്കും വായു, വെള്ളം, ഭക്ഷണം വേണ്ടത്ര ഒഴുകിയെത്തൂ. പക്ഷെ ചെറിയ തോതിൽ പ്രായത്തിനനുസരിച്ച് കയറി വരും. ഒരു പരിധി വിട്ട് കൂടുമ്പോഴാണ് നമ്മളതിന് മരുന്നെല്ലാം ഉപയോഗിക്കേണ്ടി വരുന്നത്. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ടത്, ഈ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് രക്തക്കൊള്ളിന്റെ ഭിത്തിയിൽ ബ്ലോക്കിന് ഓരോ ദിവസം വലുതാക്കിക്കൊണ്ടേയിരിക്കും. കാലക്രമേണ 10%, 15% ഇങ്ങനെ ബ്ലോക്ക് വരും. അതാണ് നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഒരു ചെസ്റ്റ് ഡിസ്കംഫർട്ട് വന്ന് പോയിട്ട് നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് നോക്കേണ്ട അവസ്ഥ എത്തുമ്പോഴാണ് അറിയുക ഒരു 70% ബ്ലോക്ക്, 40% ബ്ലോക്ക്, 30% ബ്ലോക്ക്, 10,000, 20% ബ്ലോക്ക്, ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് 10% ബ്ലോക്സ്. രക്തക്കൊള്ള ഭിത്തി കംപ്ലീറ്റ് മുരിങ്ങാക്കോലിന്റെ അവസ്ഥയിൽ ഇങ്ങനെ മുഴകൾ നിറഞ്ഞിരിക്കുന്നു. അതിൽ ഒരു പ്ലാക്ക് റപ്ചർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ രക്തം കട്ടിപിടിക്കുന്നു, സഡൻ ത്രോംബോസിസ് ഉണ്ടാകുന്നു, സഡൻ അറ്റാക്ക്, ഗോൺ. ഇത് മനസ്സിലാക്കുക. സോ രക്തക്കൊള്ള ഭിത്തിയിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിന് ഒരു അളവ് പോലും അങ്ങനെ പുറത്തുനിന്നില്ല. ബ്ലഡ് പരിശോധിച്ചത് മനസ്സിലാവില്ല. പക്ഷെ ഇത് കുഞ്ഞുനാള് തൊട്ട് അടിഞ്ഞു കിടക്കണമെന്ന് വിചാരിക്കുക. സോ ശരീരത്തെ കൊഴുപ്പടിഞ്ഞിട്ടില്ല ഓവർ വെയിറ്റുള്ള ഒരാൾ ചിന്തിക്കേണ്ടത് വയറ്റത്തെ കൊഴുപ്പുണ്ടോ എന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുക. സോ പുറത്ത് ഒബസിറ്റി, കൊഴുപ്പ് കോശങ്ങൾ, അഡിപ്പോസൈറ്റ്സിൽ കൊഴുപ്പടിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തക്കൊള്ള ഭിത്തിയിൽ ബ്ലോക്കുകൾ എത്രത്തോളം കാണുമെന്ന് ചിന്തിക്കുക. നിങ്ങൾ സേഫ് സോണിലാണോ അല്ലേ എന്ന് ചിന്തിക്കുക. ഇനിയും കൊഴുപ്പടിഞ്ഞേ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഗ്രാജുവലി ഇത് വലുതായി വരില്ലേ. സോ നാളെ നമുക്കൊന്നും വരാതിരിക്കാൻ ഈ ശ്രദ്ധക്കുറവാണ് പലർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. എന്തു ചെയ്യണം? അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും പതുക്കെ കുറച്ചുകൊണ്ടെന്ന് പ്ലാൻഡ് ആയിട്ട് കുറച്ച് വ്യായാമങ്ങൾ ചെയ്ത് ആ ഗ്ലൂക്കോസും കൊഴുപ്പും അന്നന്ന് എനർജി ആക്കി മാറ്റുകയാണെങ്കിൽ ഏതെങ്കിലും രക്തക്കൊള്ളി ഇനി കൊഴുപ്പടിയോ, അതുപോലെ പ്രമേയക്കാർക്ക് ചെറിയ രക്തക്കൊള്ളി ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുമോ, സ്മോൾ ബ്ലഡ് വെസൽ വാസ്കുലൈറ്റിസ് അല്ലെ എല്ലാ കോംപ്ലിക്കേഷൻസിൻ്റെയും കാരണം. സോ നിങ്ങളുടെ രക്തക്കൊള്ളിൽ ഗ്ലൂക്കോസും കൊഴുപ്പും അടിയാതെ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ വേറെ പലർക്കും കൊള്ളാം. ഇത് തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഇനിയുള്ള ലൈഫിൽ ഇത് പ്രാക്ടിക്കലാക്കുക. സംഭവിച്ചെല്ലാം സംഭവിച്ചു. ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ ഇത് പ്രാക്ടിക്കലാക്കുക. ക്ലിയർ?